എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് വീഡിയോ തയ്യാറാക്കിയപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് BSc നഴ്സിംഗ് കോഴ്സ് പഠിച്ചാൽ എവിടെയൊക്കെയാണ് ജോലി കിട്ടുക, അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കാനായിട്ട് പറ്റുമോ, പഠിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ജോലി കിട്ടുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എത്ര രൂപയാണ് സാലറി കിട്ടുക, അതായത് ശമ്പളം എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ BSc നഴ്സിംഗ് കോഴ്സ്, അതുപോലെ MSc നഴ്സിംഗ്, അതുപോലെ MPhil ഓർ PhD ഇൻ നഴ്സിംഗ് എന്നിങ്ങനെയുള്ള കോഴ്സുകളെ കുറിച്ചുള്ള ചുരുങ്ങിയ കുറച്ച് ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് അറിയാനായിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ BSc നഴ്സിംഗ് കോഴ്സിന് ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് ടോട്ടൽ എത്ര രൂപ ഫീസ്, വാർഷിക ഫീസ് എത്രയാകും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ BSc നഴ്സിംഗ് കോഴ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ 4 വർഷത്തെ നഴ്സിംഗ് കോഴ്സാണ് BSc നഴ്സിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 4 വർഷത്തെ പഠനത്തിനൊടുവിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ലഭിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ BSc പ്രവേശനത്തിനുള്ള അടിസ്ഥാന യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് കേരള ഹയർ സെക്കൻഡറി പരീക്ഷയിലോ അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയിലോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങൾക്ക് ആകെ 50% മാർക്കോടെ വിജയം നേടിയിരിക്കണം. അതായത് +2 മാർക്കാണ്. അപ്പോൾ +1 കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചില അസോസിയേഷനുകളും അതുപോലെ തന്നെ ചില മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ അലോട്ട്മെൻറ്റ് നടത്തുന്ന സമയത്ത് +1 മാർക്ക് കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ LBS വഴി ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ +2 മാർക്ക് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്തതായിട്ടുള്ളത് ബിരുദധാരികൾക്ക് സ്വദേശത്തും വിദേശത്തും, അതായത് നിങ്ങൾക്ക് എവിടെയൊക്കെ ജോലി ലഭിക്കും എന്നുള്ളതാണ്. ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ജോലി ലഭിക്കും എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ബിരുദധാരികൾക്ക് സ്വദേശത്തും വിദേശത്തും, അതുപോലെ തന്നെ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ മേഖലകളിലുള്ള ആശുപത്രികൾ, ക്ലിനിക്കുകൾ, പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സ്റ്റാഫ് നഴ്സ്, ഹെഡ് നഴ്സ്, നഴ്സിംഗ് ട്യൂട്ടർ, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ അതുപോലെ എന്നീ തസ്തികകളിൽ ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ എന്നിവിടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് BSc നഴ്സിംഗ് കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇനി നമുക്ക് MSc നഴ്സിംഗ് നോക്കാം. BSc നഴ്സിംഗ് കഴിഞ്ഞാൽ MSc നഴ്സിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു നഴ്സിംഗ് ബിരുദ പഠനവും നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനു ശേഷം 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കുമാണ് നഴ്സിംഗ് ബിരുദാനന്തര ബിരുദം പഠനത്തിന് അർഹതയുള്ളത്. അതായത് നിങ്ങൾക്ക് നഴ്സിംഗ് പഠനം കഴിഞ്ഞാൽ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അതിനുശേഷം 1 വർഷം നിങ്ങൾ പ്രവൃത്തി പരിചയം നേടണം. അതായത് ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലോ നേരത്തെ പറഞ്ഞതുപോലെ ക്ലിനിക്കുകളിലോ അതുപോലെ എവിടെയെങ്കിലും നിങ്ങൾ 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഴ്സിംഗിൻ്റെ ബിരുദാനന്തര ബിരുദ PG കോഴ്സായിട്ടുള്ള MSc നഴ്സിംഗ് കോഴ്സിലേക്ക് പഠിക്കുന്നതിനായിട്ടുള്ള അർഹതയുണ്ടാകും. 2 വർഷ ദൈർഘ്യമുള്ള MSc പഠനത്തിന് വിവിധ നഴ്സിംഗ് ശാസ്ത്രശാഖകളിൽ പഠന സാധ്യതയുണ്ട്. അതായത് മെഡിക്കൽ ആൻഡ് സർജിക്കൽ, ഒബ്സ്റ്റാറ്റിക്സ്, അതുപോലെ ആൻഡ് ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, സൈക്കാട്രി, കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്നിവയാണ് പ്രമുഖ PG നഴ്സിംഗ് ശാഖകൾ. സർക്കാർ ഇതര നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലെക്ചറർ, അതുപോലെ തന്നെ പ്രൊഫസർ, പ്രിൻസിപ്പൽ എന്നിവ കൂടാതെ ആശുപത്രികളിൽ നഴ്സിംഗ് സൂപ്രണ്ട്, നഴ്സിംഗ് ഡയറക്ടർ, ക്വാളിറ്റി ഓഫീസർ തുടങ്ങിയ തസ്തികകളിലും ഉയർന്ന ശമ്പളത്തോടെ ജോലിക്ക് സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിൻ്റെ MSc പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹയർ കോഴ്സാണ് MPhil PhD ഇൻ നഴ്സിംഗ്. നഴ്സിംഗ് ശാസ്ത്ര വിഷയങ്ങളിൽ ഗവേഷണ അഭിരുചിയുള്ളവർക്ക് MScക്ക് ശേഷം പിന്തുടരാവുന്ന ഉന്നത പഠന മേഖലയാണ് ഈ ഒരു MPhil അല്ലെങ്കിൽ PhD ഇൻ നഴ്സിംഗ്. നഴ്സിംഗ് കൗൺസിൽ നടത്തുന്ന ഗവേഷണ അഭിരുചി ദേശീയ പ്രവേശന പരീക്ഷയിൽ ലഭിക്കുന്ന ഉന്നത വിജയം അടിസ്ഥാനമാക്കിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ നഴ്സിംഗ് കോളേജുകൾ കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലും സർവകലാശാലകളും ഉന്നത ഉദ്യോഗസ്ഥരായി തൊഴിൽ ലഭിക്കാനും ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട്, ജോലി സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കോഴ്സ്. ഇനി BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം നേടുന്നതിനായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ LBS വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. അപ്പോൾ LBS വഴി അപേക്ഷിക്കുമ്പോൾ ഗവൺമെൻറ് കോളേജുകളിലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലെ 50% സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. ഇനി MSc അതുപോലെ തന്നെ CPAS, SPMA അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു amcsfnck.com, pscmac.in എന്നിങ്ങനെയുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുടെ വെബ്സൈറ്റ് വഴിയും BSc നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാം. അതുപോലെ തന്നെ 34ഓളം ഈ ഒരു സ്വന്തമായിട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്ന അതായത് അഡ്മിഷൻ നടത്തുന്ന നഴ്സിംഗ് കോളേജുകളുണ്ട്. അപ്പോൾ അതിലേക്കും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നഴ്സിംഗിൻ്റെ ഫീസ് നമുക്ക് നോക്കാം. അപ്പോൾ നഴ്സിംഗിൻ്റെ ഫീസ് നിങ്ങൾക്ക്, അതായത് ഈ ഒരു ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വാർഷിക ഫീസ് ഇനത്തിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജിൽ ആണെങ്കിൽ 23,170 രൂപയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഫീസ്. ഈ വർഷം ചിലപ്പോൾ 1000 രൂപ കൂടി ഏകദേശം 24,170 രൂപയാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മാത്രമേ ഈ ഒരു രീതിയിൽ ഫീസ് ചേഞ്ച് വരാനുള്ള സാധ്യതയുള്ളൂ.
അപ്പോൾ ഗവൺമെൻറ് കിട്ടുകയാണെങ്കിൽ ആകെ നിങ്ങൾക്ക് ഈ ഒരു ഫീസാണ് വരിക. അതായത് 4 വർഷത്തേക്ക് ആകെ ഈ ഒരു ഫീസാണ് വരിക. 2ാം വർഷം മുതൽ കുറച്ച് നിങ്ങൾക്ക്, അതായത് ഈ ഒരു അഡ്മിഷൻ ഫീസ് ഇനത്തിൽ ജസ്റ്റ് കുറച്ച് ഫീസ് ഉണ്ടാവുന്നതാണ്. അഡ്മിഷൻ ഫീസല്ല, ജസ്റ്റ് എന്തെങ്കിലും സ്പെഷ്യൽ ഫീസോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവൂ. സാധാരണ ഗവൺമെൻറ് കോളേജിൽ സ്പെഷ്യൽ ഫീസ് ഉണ്ടാവാറില്ല. അപ്പോൾ 2ാം വർഷത്തേക്കുള്ള അഡ്മിഷൻ ഫീസ് ഇനത്തിൽ ജസ്റ്റ് ചെറിയൊരു ഫീസ് അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു 23,170 രൂപയായിരിക്കും നിങ്ങൾക്ക് ആദ്യ വർഷം, അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു 4 വർഷത്തേക്കും ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത്. നിങ്ങൾ SC, ST, OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് വെറും 1000 രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ വരിക. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ BSc നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ 1 ഇയർ, അതായത് 1 വർഷത്തെ ജോലി, അതായത് ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിർബന്ധിതമായിട്ട് ചെയ്യേണ്ടതായിട്ടാണ് ആ ഒരു രീതിയിൽ BSc നഴ്സിംഗ് കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് ആ ഒരു രീതിയിലാണ് നിബന്ധന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു, അതായത് ഗവൺമെൻറ് ആ ഒരു നിശ്ചയിച്ച ശമ്പളത്തിൽ നിങ്ങൾ ആ ഒരു സമയത്ത് 1 വർഷത്തേക്ക് ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യുന്നത് നിങ്ങൾക്കും കുറച്ച് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു, അതായത് നഴ്സിംഗ് എക്സ്പീരിയൻസ് ജസ്റ്റ് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് MSc നഴ്സിംഗ് പഠിക്കണമെങ്കിൽ 1 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു CPAS, അതുപോലെ AIMSS FNCK, PNCMAC തുടങ്ങിയ വെബ്സൈറ്റുകളുള്ള BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അഡ്മിഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു, അതായത് ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ CPAS വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ ലഭിക്കുന്ന എല്ലാവിധ ആനുകൂല്യം ഉണ്ടാകും. അതായത് നിങ്ങൾ ഈ ഒരു SC, ST, OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ CPAS വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് 11,000 രൂപയാണ് വരിക. 1000 രൂപ അഡ്മിഷൻ ഫീസും 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റിനും ടോട്ടൽ നിങ്ങൾക്ക് 11,000 രൂപ മാത്രമാണ് വരിക. അതുപോലെ തന്നെ ഈ ഒരു BPharm, അതുപോലെ തന്നെ BPT, അതുപോലെ തന്നെ MLT, അതുപോലെ തന്നെ മെഡിക്കൽ മൈക്രോബയോളജി, അതായത് ആ ഒരു കോഴ്സുകൾ ഉൾപ്പെടെ ഈ ഒരു CPAS ഉണ്ട്. അതുപോലെ BPharm കോഴ്സും CPAS ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലും, അതായത് സെൽഫ് ഫിനാൻസ് അല്ല, CPAS വഴി ബാക്കിയുള്ള OEC, SC, ST വിദ്യാർത്ഥികൾ അല്ലാത്തവർക്ക് ഈ ഒരു AIMSS FNCK, PNCMAC തുടങ്ങിയവയിൽ നിങ്ങൾക്ക് ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1 വർഷം 1,13,000 രൂപയാണ് 1 വർഷത്തെ ഈ ഒരു ടോട്ടൽ ഫീസ് വരിക. അതുപോലെ തന്നെ SC, ST കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്ക് PNCMAC, AIMSS FNCK തുടങ്ങിയ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ, അതായത് LBS വഴി അല്ലാതെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ CPAS വഴി അല്ലാതെ നിങ്ങൾ SC, ST, OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു PNCMAC, AIMSS FNCK തുടങ്ങിയ വെബ്സൈറ്റുകൾ വഴി അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫീസ് വരിക. അതായത് 1,13,000 രൂപയാണ് ആദ്യ വർഷം വരിക. 2ാം വർഷം മുതൽ 1,02,000 സംതിങ് രൂപയാണ് ഫീസായിട്ട് വരിക. 2,035 രൂപയാണ് നിങ്ങൾക്ക്, അതായത് ഇത് 10,000 ആണ്. അപ്പോൾ 10,000 1,02,35 രൂപയാണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ SC, ST, OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ LBS വഴി ആയിരുന്നാലും, അതായത് LBS വഴി നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലെ മെറിറ്റ് സീറ്റിലും അതുപോലെ തന്നെ ഗവൺമെൻറ് സീറ്റിലുമാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് എങ്കിലും, അതുപോലെ CPAS വഴി നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിലും വിദ്യാർത്ഥികൾക്ക് SC, ST, OEC കാറ്റഗറിയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് വെറും 1000 രൂപയും അതുപോലെ തന്നെ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് മാത്രമാണ് വരിക. അതേസമയം ബാക്കിയുള്ള കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 1,13,000 രൂപയാണ് ആദ്യ വർഷത്തെ ഫീസ്. 2ാം വർഷം മുതൽ 1,02,000, അതായത് 1,02,000, അതായത് 1,02,300, അതായത് 2,035 രൂപയാണ്. അത് 325, 35 അങ്ങനെ ആ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. 1,00,000 സംതിങ് ആണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾ ഏതൊരു കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നാലും PNCMAC, AIMSS FNCK വഴി അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ വർഷം 1,13,000 സംതിങ് രൂപയും 2ാം വർഷം മുതൽ 1,02,000 സംതിങ് രൂപയുമാണ് ഈ ഒരു ഫീസ് ഇനത്തിലായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായിരുന്നാലും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കേരളത്തിൽ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് ലഭിക്കുക. കേരളത്തിന് പുറത്തും BSc നഴ്സിംഗ് കോളേജുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പുറത്തൊക്കെ അഡ്മിഷൻ നേടുന്ന സമയത്ത് ആ ഒരു കോളേജുകൾ ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ഉള്ളതാണോ എന്നുള്ള കാര്യം പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ കേരളത്തിനകത്ത് അഡ്മിഷൻ നേടുന്നതായാലും നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കേരളത്തിന് പുറത്തൊക്കെ നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് അഥവാ INC അപ്രൂവ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പഠിച്ച് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് വലിയ ഉപകാരം ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവൽ നൽകുന്നത് അതത് നഴ്സിംഗ് കോളേജുകൾക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടോ, അതായത് ഏതെങ്കിലും ഹോസ്പിറ്റലിന് കീഴിലാണോ നഴ്സിംഗ് കോളേജ് വരുന്നത് എന്നുള്ളതും, അതുപോലെ ഹോസ്പിറ്റലിൽ ഏകദേശം 100 ബെഡോളം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു
ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അതിന് അപ്രൂവൽ നൽകുന്നത്. കാരണം വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ കൂടി ഈ ഒരു പഠിക്കുന്നതിനോടൊപ്പം ലഭിച്ചാൽ മാത്രമാണ് മികച്ചതായിട്ട്, അതായത് മികച്ച ഒരു നേഴ്സാവാനുള്ള അവസരമൊക്കെ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലൊക്കെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാൻ പറ്റുമെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ബയോളജി സയൻസ് പഠിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നിവയ്ക്ക് ടോട്ടൽ 50% മാർക്ക് നേടിയിരിക്കണം എന്നുള്ളതുമാണ് എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസോ അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് അതുപോലെ കൊമേഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ ഒരു ബയോളജി സയൻസ് പഠിച്ചവർക്ക് മാത്രമാണ് ഈ ഒരു BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് GNM കോഴ്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു കോഴ്സ് പഠിച്ച് നിങ്ങൾ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BSc നഴ്സിംഗിൽ നിങ്ങളുടെ ആ ഒരു ഡിഗ്രി ഈക്വൽ ആവും. ഒരു GNM കോഴ്സ് ഏകദേശം 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് പിന്നീട് 2 വർഷത്തെ കോഴ്സ് ഉണ്ട് ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡിഗ്രി, അതായത് നിങ്ങളുടെ ആ ഒരു കോഴ്സ് ഈ ഒരു BSc നഴ്സിംഗിന് ഈക്വൽ ആവും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് സാലറി ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അനുസരിച്ചുകൊണ്ടാണ് ഈ ഒരു നഴ്സിംഗിന് സാലറി വിദേശത്തായാലും അല്ലെങ്കിൽ നാട്ടിലായാലും ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ, അതായത് ഈ ഒരു ജോലിക്ക് കയറുന്നത്, അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനം എങ്ങനെയാണെന്നുള്ളതൊക്കെ അനുസരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഓരോ സ്ഥാപനം അനുസരിച്ചും നിങ്ങൾക്ക് ഒരു മിനിമം സാലറി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അത് നിങ്ങൾക്ക് ഈ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തൊക്കെ നല്ലൊരു സാലറി ലഭിക്കുന്ന ഒരു ജോബാണിത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദേശത്തും സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ മേഖലകളിലെ ആശുപത്രികൾ, അതുപോലെ തന്നെ ക്ലിനിക്കുകൾ, പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സ്റ്റാഫ് നഴ്സ്, ഹെഡ് നഴ്സ്, നഴ്സിംഗ് ട്യൂട്ടർ, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ എന്നിങ്ങനെയുള്ള തസ്തികകളിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക. നിങ്ങൾക്ക് വിദേശത്ത് നല്ല സാലറി ഉണ്ട്, അതായത് ഏകദേശം 1 ലക്ഷം 2 ലക്ഷം ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സാലറി ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എവിടെയെന്നെങ്കിലും നന്നായിട്ട്, അതായത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ജോലിക്ക് പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു വിദേശത്തൊക്കെ പോകുന്നതിനായിട്ട് കൂടുതൽ ഉപകാരപ്രദമാകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു MSc നഴ്സിംഗ് കോഴ്സിലേക്ക് LBS സെൻറ്റർ എൻട്രൻസ് എക്സാം, LBS സെൻറ്ററിൽ ഈ ഒരു CE ആണ്, അതായത് എൻട്രൻസ് പ്രവേശന പരീക്ഷ കമ്മീഷനാണ് MSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതുവഴിയാണ് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിന് ശേഷം MSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ആ ഒരു നടപടി എന്ന് പറയുന്നത് ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി MSc നഴ്സിംഗ് എൻട്രൻസിന് അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതി എൻട്രൻസിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ അഡ്മിഷൻ നേടാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് MSc നഴ്സിംഗിൻ്റെ കേരളത്തിലെ പ്രവേശന നടപടികൾ നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.